ആ സമയത്താണ് അലീന അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ. അത്രയും നേരം അലീന അവിടെ ഉണ്ടായിരുന്നില്ല. അലീന അങ്ങോട്ടേക്ക് കയറി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അലീന ഡോറിൽ മുട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇങ്ങോട്ടേക്ക് കയറി പോര് എന്ന് പറയണം. അങ്ങനെ അലീന അകത്തേക്ക് കയറി വരുമ്പോൾ ബാലചന്ദ്രൻ മുത്തശ്ശിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് ബാല നീ എന്തായി പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ വീണ്ടും അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കാൻ പോകുമ്പോൾ മുത്തശ്ശി അലീനയെ ഇങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രന് കാര്യം മനസ്സിലാവണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അലീന കേൾക്കുമല്ലോ എന്നുള്ളൊരു പേടിയാണ് മുത്തശ്ശിക്ക്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അമ്മ പേടിക്കണ്ട, അവൾക്ക് എല്ലാം അറിയാം, അവളോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. എന്താ ബാല നീ പറയുന്നതെന്ന് ചോദിക്കുമ്പം അതെ അമ്മേ, അലീനയാണ് വൈജ പ്രസവിച്ച ആ മകൾ എന്ന് പറയാണ് ബാലചന്ദ്രൻ. അത് കേട്ടതും മുത്തശ്ശി ആകെ ഷോക്കായി പോവാണ്. ബാലചന്ദ്ര എന്ന് വിളിക്കുമ്പോൾ അതെ ഞാൻ പറഞ്ഞത് സത്യമാണ്, വൈജ പ്രസവിച്ച ആ മകളാണ് അലീന എന്ന് പറയണം. അലീനയും ആകെ ഷോക്കായി നിൽക്കട്ടോ. സാറിപ്പോൾ ഇങ്ങനെ പറയുന്നോളും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അലീനയും ആകെ ഷോക്കായിട്ട് ബാലചന്ദ്രനെ നോക്കുന്നുണ്ട്, മുത്തശ്ശിയും നോക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബാല, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? ഇവള് വൈജ പ്രസവിച്ച മോളാണെന്നോ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി ആകെ ഇങ്ങനെ ആകെ ഇമോഷണൽ ആവണം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതെ, തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്തുള്ള ഒരു ഓർഫനേജിൽ പോയിട്ടല്ലേ അമ്മയുടെ ഭർത്താവ് മിസ്റ്റർ കുഞ്ഞിരാമൻ മേനോൻ ഇവളെ ഇങ്ങോട്ടേക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത്. വെറുതെ അല്ല, അവിടെയുള്ള ഒരു സ്ത്രീ കാണാൻ വന്നതിന് പിറ്റേ ദിവസം തന്നെ ഇവിടുന്ന് വാലിന് തീ പിടിച്ചതുപോലെ ഇവിടുന്ന് ഓടിപ്പോയില്ലേ കഴക്കൂട്ടത്തേക്ക് മനുവിനെയും കൂട്ടിയിട്ട്. അത് ഇവളെ കാണാനായിരുന്നു, ഇവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ആ പോയത്. ഇവളെ മനുവിനെ ഏൽപ്പിച്ചതൊക്കെ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഇവൾ ഇങ്ങോട്ടേക്ക് വന്നതും, സ്വന്തം അമ്മയുടെ അടുത്തേക്കാണ് വരുന്നതെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവൾ വന്നതും. വൈജ ഇവളുടെ അമ്മയാണെന്ന് ഇവൾക്ക് അറിയാമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ ഇങ്ങനെ പറയുമ്പോൾ ആകെ തലക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. 23 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഒരു കാര്യം ഇന്നിപ്പോൾ ജീവനോടെ മുത്തശ്ശിക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കണം. ആരും അറിയരുത്, ആരറിയരുതെന്ന് ആഗ്രഹിച്ചു ആ വ്യക്തി തന്നെ അറിഞ്ഞ ഒരു ഷോക്കിലുമാണ് മുത്തശ്ശി. പിന്നെ ആ ഷോക്ക് മാത്രമല്ല, അലീനയാണ് ആ കുഞ്ഞ് എന്നുള്ളത് അറിഞ്ഞതും കൂടിയുള്ള ആ ഷോക്കും കൂടിയാണ് മുത്തശ്ശിക്ക്. മുത്തശ്ശി ഇങ്ങനെ ആകെ സങ്കടവും കരച്ചിലും ഒക്കെയാണ്. ഇനി കരഞ്ഞിട്ടും പറഞ്ഞിട്ടും ഒന്നും കാര്യമില്ല. ഇനി അമ്മ പറ, ഇവളെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞയക്കണോ? അമ്മയുടെ ആവശ്യം അതായിരുന്നല്ലോ, ഞാൻ ഇവളെ ഇവിടെ പിടിച്ചു വെച്ചേക്കാണ്. എൻ്റെ കുടുംബം അമ്മയുടെ മകളുടെ കുടുംബം തകരാൻ വേണ്ടിയിട്ട് ഇവളെ ഇവിടെ നിന്ന് പിടിച്ചു വെച്ചേക്കണമെന്നല്ലേ അമ്മയുടെ ചിന്ത. ഇനി അമ്മ പറ, ഞാൻ ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. എന്നിട്ട് പറയുന്നുണ്ട് ഇനി അമ്മ തീരുമാനിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പിന്നെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. മുത്തശ്ശിയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഷോക്കിൽ ഇങ്ങനെ അലീനയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്റ്റോറി. ഇനി മുത്തശ്ശിയും എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് പിന്നെ അലീനയെ ഒരിക്കലും അവിടെ നിന്ന് പോകാൻ അനുവദിക്കുന്നില്ല കേട്ടോ. അലീനയോട് ഭയങ്കര സ്നേഹവും കൂടുതൽ, അല്ലെങ്കിലും സ്നേഹം കൂടുതൽ തന്നെയായിരുന്നു. പക്ഷെ ഇതും കൂടി അറിഞ്ഞപ്പോൾ അലീനയോട് ഭയങ്കര സ്നേഹം കൂടുകയാണ്.